ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1591. ഇന്ന് മെയ് മാസം 9-ാം തീയതി. ഈ ആണ്ടിലെ 130-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ ദിനമാണ് ഇന്ന്. ഉയർപ്പിനെ തുടർന്ന് 40-ാമത്തെ ദിവസം. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും അതിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിൽ സ്വർഗാരോഹണത്തെക്കുറിച്ച് പരാമർശം കിട്ടുന്നുണ്ട്. അതുകൂടാതെ വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷകൻ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ അധ്യായത്തിലും സ്വർഗാരോഹണത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം വായിച്ചു കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും പ്രതീക്ഷകളൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് അവസാനിക്കുന്നുണ്ടാവും. അതല്ല, പരമാവധി പിടിച്ചു നിന്നിട്ട് ഒടുവിൽ അവ അവസാനിപ്പിക്കുന്നുണ്ടാവും. പ്രതീക്ഷകൾ അവസാനിക്കുന്ന ഇടത്തു നിന്നുള്ള ഒരു പുതിയ സാധ്യതയുടെ തുടക്കവും കൂടിയാണ്. അങ്ങനെ സ്വർഗാരോഹണത്തെ പരിഗണിക്കാവുന്നതാണ്, പരിഗണിക്കേണ്ടതാണ്. യേശുവിന്റെ ഒരു ഉറപ്പുണ്ട് സുവിശേഷത്തിൽ. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും ഞാൻ എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. അങ്ങനെ പറയുമ്പോൾ അത് അവിടെയുണ്ടായിരുന്ന ആളുകളോട് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നിങ്ങൾക്കിത് അറിയില്ല. നിങ്ങൾ ഓരോരുത്തരും എവിടെ നിന്ന് വന്നുവെന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല. ഒടുവിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. എന്തൊരു അജ്ഞതയുടെ ഇടയിലാണ് ജീവിക്കുന്നത്. എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുമെന്നും അറിയില്ല. എന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും ഞാൻ ഒടുവിൽ എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. ആ ഒരു യേശു ഉറപ്പിന്റെ പൂർണ്ണതയാണ് സ്വർഗാരോഹണത്തിൽ നമ്മൾ കാണുന്നതും അറിയുന്നതും വായിക്കുന്നതുമൊക്കെ. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്നുള്ളവരാണ്. അവിടുന്നാണ് നമ്മൾ വന്നത്. പോകേണ്ടതും അങ്ങോട്ടാണ്, അവിടുത്തേക്കാണ്. അത് അനുസരിച്ചും ഓർത്തും ചിലതെല്ലാം പാലിച്ചും ശരിക്കും പാകപ്പെടുത്തി വേണ്ടേ അതുകൊണ്ട് അതുവരെയുള്ള ഇവിടുത്തെ ജീവിതം പൂർണ്ണമാക്കാനായിട്ട്, ധന്യമാക്കാനായിട്ട്. ആ ഒരു ധാരണ എപ്പോഴോ കൈമോശം വന്നിട്ടുണ്ട്. ഓരോ ആണ്ടിലെയും സ്വർഗാരോഹണ പെരുന്നാള് അതെന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഒന്ന് ഉണർത്തുന്നുണ്ട്. ഇവിടമല്ല, മറ്റൊരിടത്തു നിന്ന് വന്നതാണെന്നും അവിടേക്ക് ഞാൻ പോകേണ്ടതാണ്. അതിനനുസരിച്ച് ഞാനിവിടെ ജീവിച്ച് പൂർത്തീകരിക്കേണ്ടതാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.